കേരളം പോളിംഗ് ബൂത്തിന് മുന്നിൽ വരി നിൽക്കാൻ തുടങ്ങിയിട്ട് 11 മണിക്കൂർ കഴിയുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾക്കാവും പോളിംഗ് അവസാനിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കാൻ കേരളത്തിൻ്റെ പങ്ക് കേരളത്തിലെ സമ്മതിദായകർ രേഖപ്പെടുത്തി കൊണ്ടിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാവേന്ദ്ര സാറും സുജാത് സാറും ഉണ്ട്. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഏറ്റവും കൂടുതലും പരിഹാസ്യമായ രാഷ്ട്രീയ പാർട്ടി CPM ആണ് എന്ന് പറയാതെ തരമില്ല. കാരണം CPMൻ്റെ സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനറുമായ EP ജയരാജൻ പാർട്ടി വിട്ട് BJPയിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നതിൻ്റെ വളരെ വ്യക്തമായ ചില സൂചനകൾ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ദാ പ്രകാശ് ജാവദേക്കർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ടാൽ എന്താണ് കുഴപ്പം. ജാവദേക്കറിനെ സംബന്ധിച്ച് വേറൊരു വാർത്ത കൂടി വരുന്നുണ്ടല്ലോ രാമേന്ദ്ര സാർ. ജാവദേക്കറിനെ കേരളത്തിൻ്റെ ചുമതലയിൽ നിന്ന് നീക്കിക്കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മുടെ ചാനലുകളും പത്രങ്ങളും ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രകാശ് ജാവദേക്കറിനെ BJPയുടെ കേരള ചുമതലയിൽ നിന്നും മാറ്റി. ജാവദേക്കറിനെ 5 ദിവസം മുമ്പാണ് മാറ്റിയത്. ഈ 5 ദിവസത്തിന് മുമ്പാണ്, പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും, അദ്ദേഹം ഈ ദല്ലാൾ നന്ദകുമാറിൻ്റെ കാറിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയിട്ട് സ്വന്തം കാറിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ കാറിലോ കയറുന്നതിന് പകരം ദല്ലാൽ നന്ദകുമാറിൻ്റെ കാറിൽ കയറി പോകുന്ന ഒരു ദൃശ്യം അതിനു മുമ്പ് ഇവിടെ ചാനലുകളിൽ വന്നിരുന്നു. അതുമായി ഈ ജാവദേക്കറെ കേരളത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റിയതിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ജാവദേക്കർ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭാരവാഹികൾക്കൊക്കെ ഇതുവരെയുള്ള സഹകരണത്തിന് നന്ദി പറഞ്ഞിട്ട് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. അല്ല സാർ, ഒരു സംശയം. കാരണം ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള റിസൾട്ട് മോശമാണെങ്കിൽ ഒരാളെ മാറ്റുന്നത് മനസ്സിലാക്കാം. പക്ഷേ അത്തരം വോട്ടിംഗ് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ അതിനും 5 ദിവസം മുമ്പ് ഒരാളെ മാറ്റണമെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും. അതായിരിക്കും. കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വിവാദമാണ് ശോഭാ സുരേന്ദ്രൻ വഴി പുറത്തു വന്ന ഒരു ആക്ഷേപം. അതെ, ആ ദൃശ്യം ഈ ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. അത് പറഞ്ഞല്ലോ ഇത്. പക്ഷേ ഇത് അതുകൊണ്ടാണ് മാറ്റിയതെന്ന് ഒരിക്കലും BJP പറയില്ല. BJPയുടെ ഒരു രീതി അങ്ങനെയാണ്. ജാവദേക്കറെ നേരത്തെ തന്നെ അവിടെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ട് സംഘടനാ ചുമതലയിലേക്ക് വിട്ടതാണ്. അതെന്തുകൊണ്ട് മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയെന്നും പറഞ്ഞിട്ടില്ല. BJPയുടെ രീതികൾ അങ്ങനെയാണ്. ഒഴിവാക്കുമ്പോൾ RSSും ആരെയും അങ്ങനെ ഒഴിവാക്കി കഴിയുമ്പോൾ കാര്യങ്ങൾ പറയില്ല. ജാവദേക്കർ മാത്രമല്ല, കേന്ദ്രമന്ത്രിയായ രാധാമോഹൻ അഗർവാൾ അദ്ദേഹത്തിനെയും കേരളത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പകരം കർണാടകയിൽ BJP സംസ്ഥാന പ്രസിഡന്റും ലോക്സഭ MP ഒക്കെ ആയിരുന്ന നളിൻ കുമാർ കട്ടീലിനാണ്. സീറ്റില്ല കർണാടക. അതെ, കർണാടകയിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചിരുന്നു. അപ്പോൾ സംഘടനാ ചുമതലയായിട്ട് അദ്ദേഹത്തിനാണ് കേരളത്തിൻ്റെ ചുമതല. അദ്ദേഹമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അദ്ദേഹം എറണാകുളത്തുമൊക്കെ പ്രസംഗമൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. സുജാത് സാർ, അപ്പോൾ ഈ പറയുന്നത്, ഇപ്പോൾ രാവേന്ദ്ര സാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ നമ്മുടെ ഈ ദല്ലാൽ നന്ദകുമാർ അനിൽ ആൻ്റണിക്കെതിരെ ആരംഭിച്ച് ശോഭാ സുരേന്ദ്രനിലേക്ക് ഫോക്കസ് ചെയ്ത് പിന്നീട് ബൂമറാങ് പോലെ ഇവരിൽ വന്ന് പതിച്ച ഈ ആക്ഷേപം BJPയെയും ബാധിച്ചിട്ടുണ്ട് എന്ന് കരുതണോ? BJPയെയും ബാധിച്ചു. കാരണം നന്ദകുമാർ പാപിയാണെന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കേസുകളിലും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ഏറ്റുപറഞ്ഞു. അപ്പോൾ ഈ സ്ഥിതിക്ക് ദല്ലാൽ നന്ദകുമാർ ഒരു വിവാദ പുരുഷനാണ്. അദ്ദേഹം അകറ്റി നിർത്തപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്ന് രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർക്കെല്ലാം അറിയാം. അല്ല, പിണറായി വിരോധം കൊണ്ടാണ് നന്ദകുമാർ ഒരു കാലത്ത് കുപ്രസിദ്ധനായത്. പിണറായിയെ എങ്ങനെയെങ്കിലും ജയിലടയ്ക്കും. VS അച്യുതാനന്ദൻ്റെ ഒരു കോടാലി കൈ പോലെ പ്രവർത്തിച്ച ഒരു ചരിത്രം നന്ദകുമാറിനുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് പല ജഡ്ജിമാരും, ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാരെ പോലും സ്ഥലം മാറ്റുന്നതിൽ വലിയ പങ്കുണ്ട്. കൈ നിറയെ വിമാന ടിക്കറ്റുകളുമായി സഞ്ചരിക്കുന്ന ഒരാൾ. ഇങ്ങനെയൊക്കെയുള്ളൊരു ഇമേജ് ആയിരുന്നു നന്ദകുമാറിനെ കുറിച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കിടയിൽ പോലും ഉണ്ടായിരുന്നത്. അത് ശരിയായിരുന്നു. 10 വർഷം മുമ്പൊക്കെ അദ്ദേഹം ജഡ്ജിമാരുടെ പിന്നിൽ നിന്ന് മന്ത്രിക്കുന്ന ചില ചിത്രങ്ങൾ പോലും പുറത്തു വന്നിരുന്നു. അപ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ പോലും സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഒരു സാധാരണക്കാരൻ എന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരുന്നത്. അതുപോലെ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റിലോ ഇദ്ദേഹത്തിന് ഉണ്ട്. സ്ഥലം മാറ്റങ്ങൾ ഈ തരത്തിലൊരു. അല്ല, അക്കാലത്ത് വേറൊരു കഥയുണ്ട്. ഞാനപ്പോൾ ആ സമയത്ത് കേരളാവധിയുടെ ഹൈക്കോടതി ലേഖകനായിരിക്കുന്ന സമയമാണ്. അപ്പോൾ ജസ്റ്റിസ് VK ബാലിയാണ് കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വരുന്നത്. ബാലിയെ നന്ദകുമാർ VSൻ്റെ ലാവ്ലിൻ കേസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്നൊരു കഥ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. ഒടുവിൽ ബാലി അത് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. ബാലിയെ നാട് കടത്തുന്ന പരിപാടിയൊക്കെ DYFI ഒക്കെ ഇവിടെ നടത്തി.
അന്ന് നന്ദകുമാറിൻ്റെ പേര് കേട്ടിരുന്നു. ബാലി ചില വിവാദപരമായ യാത്രകളും നടത്തിയിരുന്നു ആ കാലത്ത്. അത് പിന്നെ VSന്റെ പിന്നിലും നന്ദകുമാർ ഉണ്ടായിരുന്നു കുറേ കാലം. VS ഈ വ്യവഹാരങ്ങളിലൂടെ അതെ അതെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആക്കം കൂട്ടുന്ന ഒരാളായിരുന്നു. അതെ. അപ്പോൾ ഇതുപോലെ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ഒക്കെ ജഡ്ജിമാരെയൊക്കെ പരിചയമുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹം ഒരുപക്ഷെ സംസാരിച്ചിട്ടുണ്ടാകും, ആശയവിനിമയം നടത്തിയിട്ടുണ്ടാകും. പിന്നെ നന്ദകുമാറിന്റെ കൗശലം ആൾക്കാരെയൊക്കെ കയ്യിലെടുക്കാൻ അതെ 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 വൈഭവം വളരെ വാചാടോപമുള്ള ആളാണ്. ഇപ്പോൾ നോക്ക് VS മാത്രമല്ല, പിണറായിയായിട്ട് ഇപ്പോൾ നല്ല ബന്ധമാണ്. ജയരാജനുമായിട്ട് ബന്ധം, ജാവദേക്കറായിട്ട് ബന്ധം, PJ കുര്യൻ പറയുന്നു എനിക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഒരു ദല്ലാളെന്ന് പറയുന്ന ആള് നമ്മുടെ രാഷ്ട്രീയത്തിലെ സകല ആളുകളുടെയും ഓമനയാണ്. ശോഭാ സുരേന്ദ്രൻ എല്ലാവർക്കും പ്രിയപ്പെട്ടതും എല്ലാവർക്കും വളരെ അടുപ്പമുള്ള ആളാണ്. EP ജയരാജൻ അദ്ദേഹത്തിന്റെ കുടുംബ സുഹൃത്താണ്, ജലം പോലെയാണ്, സർവ്വവ്യാപിയാണ്. അതെ അതെ. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ ഇത്തരം ആളുകൾക്ക് പണ്ട് കേന്ദ്രത്തിലൊരു ചന്ദ്രസ്വാമി ഉണ്ടായിരുന്നു. ചന്ദ്രസ്വാമി നമ്മുടെ പ്രധാനമന്ത്രിമാർക്കൊക്കെ ഉപദേശം കൊടുക്കുന്ന ആളായിരുന്നു. അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ സുപ്രധാന തീരുമാനങ്ങൾ എടുപ്പിക്കുന്നതൊക്കെ എൻ്റെയൊക്കെ പിന്നിൽ ചന്ദ്രസ്വാമി പ്രവർത്തിച്ചു എന്നും പല വിവാദങ്ങളിലും കേട്ടിട്ടുണ്ട്. പണ്ട് ധീരേന്ദ്ര ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ബ്രഹ്മചാരി, അത് കഴിഞ്ഞ് ചന്ദ്രസ്വാമി, ഇതുപോലെ ചില ഭരണഘടനാ അതീതരായ ചില വ്യക്തികൾ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നേതാക്കളെ സ്വാധീനിച്ച അകത്തളത്തിലും പുറത്തളത്തിലും. അല്ല, സുജാ സാർ ഓർക്കുന്നില്ലേ കേരളത്തിലെ മറ്റേ കരുണാകരനുമായി ബന്ധപ്പെട്ട് ഒരു പാവം പയ്യൻ വിമാനത്തിലൊക്കെ കൂടെ ഹെലികോപ്റ്ററിൽ കൂടെ പോയി എന്നൊക്കെ പറയുന്നത്, ആൻഡ്രോ ഹെലികോപ്റ്ററിൽ വന്ന ചിത്രങ്ങളൊക്കെ അത് വളരെ പ്രസിദ്ധമായിരുന്നു. അത് വിവാദമായപ്പോഴാണ് പാവം പയ്യൻ എന്ന് മുഖ്യമന്ത്രി കരുണാകരൻ പറഞ്ഞത്. പിന്നെ ആ പാവം പയ്യൻ എന്നുള്ളത് അദ്ദേഹത്തിനെതിരായ ഒരു ആരോപണമാക്കി കോൺഗ്രസ്സുകാർ തന്നെ കൊണ്ടുവന്നു. അന്ന് ഈ A ഗ്രൂപ്പ്, കരുണാകരൻ ഗ്രൂപ്പ് വളരെ ശക്തമായിരുന്ന കാലം. അപ്പോൾ അതുപോലെ ഈ അധികാരമണ്ഡലത്തിൽ വിരാജിക്കുന്നവരുമായി അടുപ്പം സൂക്ഷിച്ച് അത് മുതലെടുക്കുകയും. അല്ല, ആ ലിസ്റ്റിൽ വേറെ 2 പേരൂടെ ഉണ്ട്, സരിതയും സ്വപ്നയും വരെ വരും. അവർ വേറെ അതിന് പിന്നെ ഒരു തീവ്ര സ്വഭാവത്തോടെയാണ് അവർ വന്നത്. ഹൈലി ഇൻഫ്ലേമബിൾ ആയിരുന്നു. അപ്പോൾ അതിവിടെ വന്നപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾക്കൊക്കെ ഉത്സവമായി. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഈ പാപിയുടെ കൂടെ ശിവൻ നടന്നാൽ ശിവനും പാപിയാവുന്ന. അത് EP ജയരാജനെ ഉദ്ദേശിച്ച് പറഞ്ഞാണെങ്കിലും അത് ജാവദേക്കർക്കും ബാധകമാണ്. ഭഗവാൻ ശിവന്റെ അടുത്ത് പോയ എല്ലാ പാവങ്ങളും ശമിക്കുകയല്ലേ പതിവ്. അതെ, ഇതൊരു പഴമൊഴിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു നിമിഷ നേരത്തേക്ക് സനാതനിയായതാണ് പിണറായി വിജയൻ. അത് പൊട്ടത്തെറ്റാണ്. പ്രതിപക്ഷ നേതാവ് സതീശൻ അതിന് നല്ലൊരു മറുപടി അതെന്തായിരുന്നു ഞാൻ കേട്ടില്ല. അത് പിന്നെ ശിവൻ പാപി എടുത്ത് എന്നാൽ പാപി ഭസ്മമായി പോവുകയാണ്. അപ്പോൾ ശിവന ആയിരിക്കില്ല പോയത്, വേറെ ഏതെങ്കിലും. അങ്ങനെയാണ് വേറെയും ഭാവികൾ കേരള രാഷ്ട്രീയത്തിലുണ്ട്. അത് അദ്ദേഹം പിണറായി വിജയനിലേക്ക് തന്നെയാണ് തോക്ക് തിരിച്ചത്. സതീശൻ EP ജയരാജനെ വിട്ടിരിക്കുന്നത് പിണറായി വിജയനാണെന്നാണ് VD സതീശൻ. അല്ല സാർ, ഞാൻ കേരളത്തിലെ ഏറ്റവും മുതിർന്ന 2 മാധ്യമ പ്രവർത്തകരാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇപ്പോൾ ഈ ജാവദേക്കറുമായി ബന്ധപ്പെട്ട് ഈ ജയരാജനെ CPM-ൽ നടത്തി BJP-യിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടന്നു എന്നുള്ളത് ഏതാണ്ട് മുക്കിയും മൂളിയൊക്കെ ചിലരൊക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ നിജസ്ഥിതി എന്തായിരിക്കുമെന്ന് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണ്? സുജാ സാറിൻ്റെയും രാമേന്ദ്രൻ സാറിൻ്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അത് ആ പശ്ചാത്തലമാണ് അതിൻ്റെ അകത്ത് പ്രധാനം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലത്ത് EP ജയരാജന് പാർട്ടിയിൽ ഒതുക്കി ഇട്ടിരിക്കുന്ന പിണറായിയുടെ ഒരു ജാഥയിലൊന്നും പുള്ളി പങ്കെടുത്തു. അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആകും കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് EP ജയരാജൻ ന്യായമായും വിജയിച്ചിരുന്നു. അത് പിണറായി വിജയനുമായിട്ടുള്ള എത്രയോ കാലത്തെ വിദ്യാർത്ഥി കാലം മുതലുള്ള അടുപ്പം കൊണ്ട് വിചാരിച്ചതാണ്. പക്ഷെ അതിന് ഭംഗം വന്നു. താരതമ്യേന വളരെ ജൂനിയറായ ഗോവിന്ദനെ സെക്രട്ടറി ആക്കി. അന്ന് മുതൽ അദ്ദേഹം സെക്രട്ടറി ആയതോടെ ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോ മെമ്പറുമായി. അതെ, ഏത് സെക്രട്ടറിയും EP ജയരാജനേക്കാൾ ഒരുപാട് കാലം മുകളിലായി ഗോവിന്ദൻ. സാധാരണ എന്താന്ന് വെച്ചാൽ ഈ പാർട്ടി കോൺഗ്രസിന് ഈ സംസ്ഥാനങ്ങൾ നയിക്കുന്ന ആളുണ്ടല്ലോ, സംസ്ഥാന പ്രതിനിധി സംഘത്തിനെ പാർട്ടി കോൺഗ്രസിലേക്ക് നയിക്കുന്ന ആളെ CC-യിലേക്ക് എടുക്കും, സെൻട്രൽ കമ്മിറ്റി. അങ്ങനെയാണ് ഈ ജയരാജനെ EP ജയരാജനെ CC-യിലേക്ക് ഒരിക്കലെടുത്തത്. ആ പാർട്ടി കോൺഗ്രസ് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ പറയുകയും ചെയ്തിരുന്നു ഇദ്ദേഹമാണ് സംഘത്തെ നയിച്ചത്, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ ഈ അങ്ങനെ അകന്ന് നിൽക്കുകയാണ് അത്. അദ്ദേഹം LDF കൺവീനർ സ്ഥാനം അദ്ദേഹം LDF വിളിക്കുന്നില്ല, ഒരു യോഗവും വിളിക്കുന്നില്ല. പാർട്ടി വിരുദ്ധമായിട്ട് ഈ
ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അവധിയെടുത്തു പോയി ഇ.പി. ജയരാജൻ ഈ ഗോവിന്ദനെ സെക്രട്ടറി ആക്കി കഴിഞ്ഞപ്പോൾ. അങ്ങനെ പാർട്ടിയിൽ സാധാരണ അനുവദിക്കുന്നതല്ല, അങ്ങനെ ഒരു പരിപാടി ഇല്ല. ധിക്കാരം, ധാർഷ്ട്യം. ഇപ്പോൾ കെ.ആർ. ഗൗരിയമ്മയൊക്കെ പുറത്താക്കുമ്പോൾ, എം വി രാഘവനെ പുറത്താക്കുമ്പോഴൊക്കെ EMS വിശദീകരിക്കുമ്പോൾ എന്താ പറഞ്ഞത്? താൻ പ്രമാണിത്വം എന്നാണ്. അതെ അതെ, ഇതും നോക്കുമ്പോൾ താൻ പ്രമാണിത്വമാണ്. പക്ഷെ അത് അടുപ്പമുള്ള ആളായതുകൊണ്ട് ഈ പാർട്ടി തത്വങ്ങളൊന്നും ഇ.പി. ജയരാജൻ്റെ കേസിൽ അന്ന് പ്രയോഗിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് പിണറായി വിജയൻ വീണ്ടും ഓർത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ആവശ്യമില്ലാത്തവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നത് നേരത്തെയും ജയരാജൻ്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞു. അപ്പം മുമ്പും പല സംഭവങ്ങൾ അവർക്ക് അറിയാമെന്നുള്ളതാണ്. പലരുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്, കുഴപ്പത്തിലായിട്ടുണ്ട്. മാത്രമല്ല, ഇ.പി. ജയരാജൻ വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ അത് തന്നെ കൊണ്ടു നടക്കാൻ പറ്റിയില്ലല്ലോ. സ്വന്തം ബന്ധുവിനെ പിടിച്ചിട്ട് കീഴെയുള്ള സ്ഥാപനത്തിൻ്റെ MD ആക്കി. അങ്ങനെയാണ് ചിറ്റപ്പൻ എന്നുള്ള പേരും വീണത്. അതെ അതെ, അടുത്ത ബന്ധുവിനെയൊക്കെ ആക്കി. അങ്ങനെ ഈ കുഴപ്പം പിടിച്ചു നിൽക്കുന്ന സമയത്ത് വീണ്ടും ആ MV ഗോവിന്ദൻ നടത്തിയ യാത്ര, ആ യാത്രയുടെ തുടക്കത്തിലൊന്നും ജയരാജൻ പങ്കെടുത്തില്ല. അത് കഴിഞ്ഞ് ആ ജാഥ മറ്റേ കണ്ണുരുട്ടി പാർട്ടി പങ്കെടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ജാഥ തൃശ്ശൂരിലെത്തിയപ്പോഴാണ് ഇ.പി. ജയരാജൻ വരുന്നത്. അങ്ങനെ തൃശ്ശൂരിൽ വെച്ചാണ് ആദ്യത്തെ കാഴ്ച എന്നാണ് ശോഭ പറയുന്നത്. അപ്പോൾ ഒരു സമയം അതിൻ്റെ അകത്ത് വന്നു. MV ഗോവിന്ദൻ്റെ ജാഥ തൃശ്ശൂരിൽ വന്ന ദിവസമാണ് എന്ന് പറയുമ്പോൾ തീയതി കിട്ടി. പിന്നെ ഇന്ന് ഞാൻ ഈ മറ്റേ ശോഭയുമായിട്ട്, ശോഭ ഒരു സാക്ഷിയെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, CG രാജഗോപാൽ, മുത്തു എന്ന് വിളിക്കുന്ന അതെ പ്രധാനപ്പെട്ട. ഞാൻ മുത്തുവായിട്ട് സംസാരിച്ചു. മുത്തുവിനോട് ഞാൻ ചോദിച്ചു, മുത്തു ഈ ശോഭയുടെ കൂടെ ഇ.പി. ജയരാജൻ്റെ മകനെ എവിടെ വെച്ചാണ് കണ്ടത്, കാണാൻ പോയിരുന്ന കൂടെ? അപ്പോൾ മുത്തു പറഞ്ഞു, ഉവ്വ് കണ്ടിരുന്നു, മറ്റേ പോളക്കുളംകാരുടെ റിനൈസൻസിലെ പാലാരി റിനൈസൻസിൽ വെച്ചാണ് കണ്ടത്. സാധാരണ ചോദിക്കുന്നത് പോലെ ഞങ്ങളുടെ കൂടെ പോരുന്നോ എന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ കണ്ടതും ചോദിച്ചതും ഒക്കെ കൃത്യമാണ്. അല്ല, അതിന് ജയരാജൻ എന്ത് മറുപടി പറഞ്ഞു എന്നറിയില്ല. ജയരാജൻ കണ്ടു എന്ന് പറഞ്ഞല്ലോ, ഈ മറ്റേ പ്രകാശ് ജാവദേക്കറെ കണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു സാധ്യത പ്രോബബിളി ഇത് നടന്നിരിക്കാം എന്ന് തന്നെയാണ് രാമേന്ദ്രൻ സാർ കരുതുന്നത്. ചർച്ച നടന്നിട്ടുണ്ട്. അല്ലേ, ജയരാജനെ കുറിച്ച് നേരത്തെ തന്നെ പാർട്ടിക്കകത്ത് ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുണ്ട്. ഈ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററായിട്ട് ജയരാജൻ ജനറൽ മാനേജർ അപ്പോഴാണ് ഈ സാന്തിയാഗോ മാർട്ടിൻ്റെ പരസ്യം, ലോട്ടറി പരസ്യത്തിന് എന്ന് കൂടാതെ ദേശാഭിമാനിക്ക് ഒരു വലിയ തുക ഫണ്ട് വാങ്ങി. ആ ഫണ്ടാണല്ലോ പിന്നീട് തഴപ്പായിൽ ചുറ്റിക്കൊണ്ടുപോയ എന്ന കഥയൊക്കെ പിന്നീട് പുറത്തു വന്നത്. അപ്പോൾ അന്ന് പാർട്ടിയുടെ നയങ്ങൾക്ക് ഒക്കെ വിരുദ്ധമായിട്ട് ചില അവിശുദ്ധ കേന്ദ്രങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നു. പാലക്കാട്ട് നിന്ന് സൂര്യ ഗ്രൂപ്പ് ഈ തരത്തിലൊക്കെ വിവാദത്തിൽ വന്നിട്ടുണ്ട് ജയരാജൻ. അപ്പോൾ അത് അന്ന് മുതലേ തന്നെ പാർട്ടിക്ക് വലിയ ക്ഷീണമായി തീർന്ന കഥയാണത്. അപ്പോൾ ജയരാജൻ അങ്ങനെയൊക്കെ ആണെങ്കിലും പാർട്ടിയിൽ ഇങ്ങനെ ത്രൈവ് ചെയ്ത് നിന്നു. പക്ഷേ ഈ വിവാദം ഇപ്പോൾ എത്തിയിരിക്കുന്ന വിവാദത്തിൽ അവസാനം ജയരാജൻ ഒരു ബലിയാടാകാൻ സാധ്യത കൂടുതലാണ്. ജയരാജൻ്റെ കാര്യത്തിൽ വേറൊരു കാര്യം ഓർക്കേണ്ടത്, ജയരാജൻ ഈ വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള വിവരം പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ആരോപിച്ചല്ലോ. അങ്ങനെ പി ജയരാജൻ ആരോപിച്ചത് MV ഗോവിന്ദൻ്റെ അറിവോടെയാണെന്ന് ഇ.പി. ജയരാജൻ കരുതുന്നുണ്ട്. അതാണ് അന്ന് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അവധിയെടുത്ത് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ. എനിക്കൊരു സംശയം, ഇപ്പം നരേന്ദ്രമോദിയെ കാണുമ്പോൾ രാഹുൽ ഗാന്ധി ആശാനെ ഞങ്ങളുടെ കൂടെ പോരുന്നു എന്ന് ചോദിക്കുമോ? ഇല്ല. അപ്പോൾ ജയരാജനെ കാണുമ്പോൾ ജയരാജൻ്റെ ഒരു സ്റ്റേച്ചർ ഇല്ലാത്ത ശോഭാ സുരേന്ദ്രൻ ഞങ്ങളുടെ കൂടെ പോരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ രണ്ട് കാരണങ്ങൾ. ഒന്നെങ്കിൽ അത് കളവായിരിക്കാം, അല്ലെങ്കിൽ ഈ എപ്പോൾ വേണേലും എങ്ങനെ വേണേലും വഴങ്ങുന്ന ആളാണ് ജയരാജൻ എന്നൊരു തോന്നലുണ്ടാവണം. തോന്നലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, ഇന്ന് ഈ
പിണറായി വിജയൻ പറഞ്ഞില്ലേ, ആവശ്യമില്ലാത്ത ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ആളാണ്. exactly. കാരണം എന്താന്ന് വെച്ചാൽ ഈ ദല്ലാൾ നന്ദകുമാറിന്റെ അമ്മയുടെ ശതാഭിഷേകത്തിനോ മറ്റോ പാലാരിവട്ടത്ത് വീട്ടിൽ ചെന്നിരുന്നല്ലോ പി ജയരാജൻ. അതിന്റെ ചിത്രങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ പറയുന്ന കഥാപാത്രങ്ങളൊക്കെ കറക്റ്റാണ്. ഡ്രമാറ്റിക് പേഴ്സണൽ അഭിനയിച്ച കഥാപാത്രങ്ങൾ സംഭവങ്ങളൊക്കെ ശരിയാണ്. അല്ല, മറ്റൊന്നുകൂടെ പിണറായി പറഞ്ഞു, ജയരാജന് ജാഗ്രത കുറവുണ്ട്, പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ജാഗ്രത കുറവ് എന്നുള്ളത് സത്യത്തിൽ പാർട്ടിയുടെ രീതികളനുസരിച്ചിട്ട് അത് പരസ്യമായ ശാസന നടപടിയാണ്, സെൻസർ ചെയ്തതിന് തുല്യമാണ്. അങ്ങനെ ആർക്കും സമീപിച്ച് സംസാരിക്കാവുന്ന ഒരാളാണ് ജയരാജൻ എന്ന് വന്നാൽ ശോഭയല്ല ഏത് BJP നേതാവിനോടും എന്നിട്ട് ശോഭ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പി ജയരാജന്റെ കാര്യത്തിൽ 90% ശരിയായിരുന്നു. ഗവർണർ സ്ഥാനം അതൊക്കെ സമ്മതിച്ചിരുന്നു ജാവദേക്കർ. പക്ഷെ പി ജയരാജൻ കൂടെ ഒരാളെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെയും കൂടി എടുക്കണം എന്ന് പറഞ്ഞിടത്താണ് ഇത് നിന്നു പോയത്. അങ്ങനെ ഒരാളും കൂടിയുണ്ട്. അതാരായിരിക്കും? അതെ, അതാരായിരിക്കും എന്നുള്ള പ്രശ്നമുണ്ട്. അതാരായിരിക്കുമെന്ന് വന്നാൽ ജയരാജന്റെ പേരിൽ പാർട്ടി നേതൃത്വത്തിന് നടപടിയെടുക്കാതിരിക്കാൻ പറ്റില്ല. ആ പേര് പുറത്തു വരില്ല എന്നൊന്നും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് എത്രമാത്രം ഇത് മുറുകുന്നു എന്നനുസരിച്ചിരിക്കും. അത് BJP-ക്കാർ പുറത്തു കൊണ്ടുവരുമല്ലോ. അല്ല, അത് ശോഭ പറഞ്ഞത് അത് പിന്നീട് പണത്തിന്റെ പേരിൽ കോടികൾ ചോദിച്ചു എന്നാണ്. ഇപ്പൊ കോടികളല്ല പ്രശ്നം. അതല്ല, ഈ ഒരാളുടെ കാര്യമാണെന്ന് ഇപ്പൊ ശോഭ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരാളെയും കൂടി പി ജയരാജൻ കൊണ്ടുപോയിട്ട് ഇയാളെയും കൂടി എടുക്കണം. അയാളെ ഗവർണറാക്കണമെന്നാണോ? അല്ല, അയാളെ എടുക്കണം. പക്ഷെ അത് ആരാണ് എന്നനുസരിച്ചിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ 10ഓളം പേര് സംസാരിച്ചിട്ടുണ്ടെന്ന് ശോഭ പറയുന്നുണ്ട്. 10ഓളം പേരുമായിട്ടും ചർച്ച നടത്തിയിട്ടുണ്ട് ഞങ്ങൾ. കെ സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞു, സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടിയാണ് മറ്റേ ശോഭ ചർച്ചകൾ നടത്തിയത് എന്ന് പറഞ്ഞ് എൻഡോഴ്സ് ചെയ്തു സുരേന്ദ്രൻ. അല്ല, നമ്മൾ ഈ ജാവദേക്കറിന്റെ കാര്യം BJP-യെ സംബന്ധിച്ചിടത്തോളം ഇത് ഒഫീഷ്യലാണ്. അതെ, അതാണ് ജാവദേക്കർ അംഗീകരിച്ചല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് കുഴപ്പം? പക്ഷേ എനിക്ക് തോന്നുന്നത് ജാവദേക്കറിന്റെ നേതൃത്വത്തിൽ CPM-ലെ ഒരു വലിയ നേതാവിനെ, ജയരാജനെ പോലെയുള്ള വലിയ സ്റ്റേച്ചറുള്ള ഒരു നേതാവിനെ BJP-യിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാണ് BJP-ക്ക്. ജാവദേക്കറിന്റെ ഒരു കരിയറിലെയും വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു. അത് പരാജയപ്പെട്ടു. അത് പൊളിഞ്ഞു പാളീസായി ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് കൊണ്ടാവും അദ്ദേഹത്തിന് ഇപ്പോൾ മാറേണ്ടി വന്നിരിക്കുന്നത്. അത് ആണ് ഈ സാധാരണഗതിയിൽ ആ സംഘടനയുടെ കാര്യം ഞാൻ പറഞ്ഞത്. അത് അവരങ്ങനെ തുറന്നു പറയില്ല. അവരിത്തരം നടപടികൾ എടുക്കും. അങ്ങനെ നടപടി എടുത്തത് അവർ ഈ CPIM അറിയിക്കുന്ന പോലെ റിപ്പോർട്ടൊന്നും ചെയ്യില്ല. അത് അവരുടെ സംഘടനയിൽ പോലും റിപ്പോർട്ട് ചെയ്യില്ല. അതാണ് അവരുടെ രീതി. പക്ഷെ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു സംഭവം നടന്നു, അതിൻ്റെ പിന്നാലെയാണ് ഇതൊക്കെ നടക്കുന്നത്. അല്ല, അതിൽ നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഈ നീക്കത്തിൽ ജാവദേക്കർ വിജയിച്ചില്ലല്ലോ. ഇല്ല. അതെ, ആ മിഷൻ പരാജയപ്പെട്ട ഒരു മിഷൻ്റെ കുറ്റം അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരില്ലേ പാർട്ടിയുടെ മുമ്പിൽ? അതായത് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാലും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ്. അതെ. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു കേരളത്തിലൊരു വലിയ കോൺഗ്രസ് നേതാവുമായിട്ട് ഡൽഹിയിലൊക്കെ ചർച്ച നടത്തിയതായിട്ട് എനിക്കറിയാം. പക്ഷെ ആ ചർച്ചയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഉപരാഷ്ട്രപതിയാക്കണം എന്നാണ്. അവിടെയാണ് ആ ചർച്ച പൊളിഞ്ഞു പോയത്. എനിക്കും അറിയാം പേര്. അത് അറിയാം. ഗൾഫിൽ വെച്ച് ആരാണെന്ന് നമുക്കറിയാം. ഇപ്പൊ പറയാറായിട്ട്. അതെ, ഇപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്കറിയാം. നമ്മളിത് പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ശോഭ ആലപ്പുഴയിൽ നിന്നപ്പോൾ നമ്മുടെ ഈ ചാനലിൽ നടന്ന ആദ്യത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞാണ്, വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുണ്ട്, അതിപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞാണ്. ഇന്നിപ്പോ വോട്ടെടുപ്പ് നടന്നുകൊണ്ടാണല്ലോ നമ്മളിത് പറയുന്നത്. അത് മാത്രമല്ല, ജയരാജനെ തുടർന്ന് 9 പേരിലെ 10 പേരോളം 2 മുന്നണിയിൽ നിന്ന്, കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷ വിഭാഗത്തിൽ നിന്നും BJP-യിലേക്ക് ചേരാൻ കാത്തു നിൽക്കുന്നു. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇത് സത്യമായി തീരും. അതായത് ഇനിയിപ്പോൾ പുറത്ത് പറയാൻ തോന്നുന്നു. അതായത് ഹിമന്ത ബിശ്വ ശർമ്മ എൻ്റെ നാട് ആയ തൃപ്പൂണിത്തുറയിൽ വന്ന് ഇത്തവണ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇവിടെ പല കോൺഗ്രസ്സുകാരുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, അവിടെ ഒന്നും ചർച്ച ചെയ്യാറുണ്ട്, പുറത്ത് പറയാറില്ല എന്ന്. ഈ പുറത്തറിയാത്തൊരു കാര്യം പറയാം. ഈ സംഗ്മയുടെ മകൻ കോൺറാഡ് സംഗ്മ കേരളത്തിൽ വന്ന് ചർച്ച നടത്തിയിരുന്നു 4-5 മാസം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വിനയകുമാർ സക്സേന വളരെ പെട്ടെന്ന് വന്നിട്ട് ചില ആളുകളെയൊക്കെ കണ്ട്, ബിഷപ്പുമാരെയൊക്കെ കണ്ടിട്ട് പോയിരിക്കുന്നു. അതെ. അപ്പോൾ ഈ സംഗ്മയായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എന്നോട് പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 2 MLA-മാർ NDA-ക്ക്
ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൽ നിന്നായിരിക്കില്ല, ചെറിയ ഏതോ ഘടക കക്ഷികൾ ഏതോ. അപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിക്കാൻ പോകും. LDF ഒരു പാർട്ടി ഇപ്പോൾ NDA ഘടകകക്ഷിയാണ് കേരളം വിട്ടാൽ. അതെ, അങ്ങനെയുണ്ട്. അതിൻ്റെ അർത്ഥം കേരളത്തിലെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വേദി ഒരുങ്ങാൻ പോകും. അതെ അതെ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ പലതും സംഭവിക്കും. കേരളം രാഷ്ട്രീയമായി മാറാൻ പോവുകയാണ്. അത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് വരെ ചോദ്യചിഹ്നം ഉയർത്തുന്നു. ഇന്നൊരു രസമുള്ള കാര്യം, പിണറായി വിജയനോട് മാധ്യമപ്രവർത്തകര് ഇത് ഇവിടുത്തെ ഭരണത്തിന്റെ വിലയിരുത്തലാവുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ശോഭിച്ചു. അല്ല, ഏതായാലും നമുക്ക് ഭാഗിക വിലയിരുത്തലായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. നമുക്ക് തെരഞ്ഞെടുപ്പ് ഞാൻ പറയാൻ വന്നത് പിണറായി വിജയൻ അറിയാം സീറ്റുകളൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നറിയാം. പോളിംഗിന്റെ അവസാന മണിക്കൂറുകൾ, അവസാന മിനിറ്റുകളാവുകയാണ്. നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഉറപ്പിക്കാവുന്നൊരു കാര്യം, LDFനെയും UDFനെയും പരാജയപ്പെടുത്തി BJP ഒരു സീറ്റെങ്കിലും കേരളത്തിൽ നേടിയാൽ കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കുള്ള ഒരു വലിയ തുടക്കം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് എന്ന് തോന്നുന്നു. അത് കേരള രാഷ്ട്രീയത്തെ അടിമുടി മാറ്റുകയും കേരളത്തിൻ്റെ ചിന്താ രീതിയെ പോലും മാറ്റുന്ന തരത്തിലേക്കുള്ള മാറ്റം ഒരുപക്ഷെ ജൂൺ 4 ശേഷം സംഭവിച്ചേക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.